സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി. ഇന്നേ പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളിക്ക് വന്നിട്ടുള്ള ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതലുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ഭന്ത ഭന്ത ഘാതയ ഘാതയ ഹും ഫട് സ്വാഹ. ഇതേ ശത്രുഘാതി മന്ത്രം എന്ന് പറയും. അഘോരത്തിൽ പെട്ട മന്ത്രമാണ്. അതുപോലെ തന്നെ ശത്രു നിഗ്രഹത്തിനൊക്കെ ആയിട്ടാണ് ഇത്തരം മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇതൊന്നല്ല, ഇതിന്റെയൊക്കെ എട്ടാം കെട്ടി, അതായത് ഇതിന്റെയൊക്കെ അതീവ ശക്തിയുള്ള മാരണമാലാ മന്ത്രങ്ങളുണ്ട് നമ്മുടെ ശാസ്ത്ര സംഹിതകളിൽ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പ്രയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ അത് റയറസ്റ്റ് ആയിട്ടുള്ള ചാൻസ് ആണ്. അതായത് ഇതൊക്കെ പഠിക്കാനും ഭാഗ്യം ഉണ്ടാവണം, ഇത് പ്രയോഗിക്കാനും അവസരം ഉണ്ടാവണം. അതായത് യഥാർത്ഥമായിട്ടുള്ള ഗുരുനാഥന്മാരൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് പഠിക്കാനും ഭാഗ്യം ഉണ്ടാവണം, ഇത് പ്രയോഗിക്കാനും ഒരു ഭാഗ്യം ഉണ്ടാവണം. അതായത് ഇതിന് യോജിച്ചതായിട്ടുള്ള നമുക്കൊരു അവസരം കിട്ടണ്ടേ. നമ്മുടെ മാനസികമായിട്ടൊരു ശത്രുതാ മനോഭാവം നമുക്ക് തോന്നിയാൽ ഇത് അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കുക എന്നുള്ള രീതിയിലല്ല ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രയോഗിക്കരുത്, ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കരുത്. ഇതൊക്കെ ശാസ്ത്ര സംഹിതകളിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള മാലാമന്ത്രങ്ങൾ ഒരുപാട് നമ്മുടെയൊക്കെ ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടെന്ന്, അങ്ങനെ ഒരു അവസരം കയ്യിൽ വന്നു. അപ്പൊ അതൊന്ന് വാൺ ചെയ്ത് പോവാനാണ്. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് വാണിംഗ് ഇത് ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ മാരണപ്രയോഗങ്ങള്, മന്ത്രപ്രയോഗങ്ങള് എന്തിനു വേണ്ടി ചെയ്യണു എന്നുള്ളത് നിങ്ങൾ ചോദിക്കണ്ടായിരിക്കാം. അപ്പോ നമ്മുടെ ഈ ശബരിമല ധർമ്മശാസ്താവിന്റെ അവിടുന്ന് പൂജിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു വെള്ളി കെട്ടിയ ചൂരിലാണ് ഇത് കേട്ടോ. അതായത് ഇത് ഞാൻ 2000 കാലഘട്ടം തൊട്ടിട്ട് ഞാൻ മലയ്ക്ക് നിരന്തരമായിട്ട് 30 ശനിയാഴ്ച, വൃശ്ചിക മാസത്തില് 30 ശനിയാഴ്ച പോകുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു 2-3-4 വർഷമായിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ മോശമായതുകൊണ്ട് ഞാൻ പോവാറില്ല. പിന്നെ ഇത്തരം ഒരു വെള്ളിച്ചൂരില് അവിടുന്ന് കെട്ടി കൊണ്ടുവന്നിട്ട് അവിടെ പൂജിച്ച് കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പൊ ഇതിലൊരു അയ്യപ്പന്റെ ഒരു അംശം ചൈതന്യം ഇതിലുണ്ടെന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതുണ്ടെങ്കിൽ ശബരിമലയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആള് പോയിണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ചൈതന്യം ഉണ്ടല്ലോ, ഇത് അവിടെ 2018 മുന്നായിട്ട് സ്ത്രീ പ്രവേശനം ഉണ്ടായ വർഷത്തിന് മുന്നായിട്ട് അവിടെ എന്റെ 18ാമത്തെ വർഷം പൂർത്തീകരിച്ചപ്പോ ഒരു കൊല്ലം ഗുരുവായൂരിൽ നടന്നുപോയി. ബാക്കിയുള്ള വർഷത്തിലൊക്കെ എരുമേലിന്ന് കാനനപാത വഴി, കരിമല വഴിയൊക്കെ, കല്ലിടാങ്കുന്ന് വഴിയൊക്കെ കയറി നമ്മള് അവിടെ ദർശനം കണ്ട് ഒരു വർഷം പോലും മുടങ്ങാതെ പോയപ്പോ 18ാമത്തെ വർഷത്തില് എന്റെ ശക്തിക്ക് അനുസരിച്ച് ചെറിയ കുറച്ച് വെള്ളി കാശിൽ അത്രയും ബുദ്ധിമുട്ടായിട്ട് പണിയിപ്പിച്ച ഒരു വെള്ളി കെട്ടിയ ചൂരിലാണിത്. അത് അത്ര ഭംഗിയിലൊന്നും തീർക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലരൊക്കെ പരിഹാസത്തിൽ ചോദിക്കാറുണ്ടാവും, ഇതെന്താ വലിയ മാന്ത്രിക ദണ്ടാണോ? അപ്പൊ ഇതിന് ചില പവറുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പവർ കാണിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാട്ടാം. അയ്യപ്പൻ ഇതിന്റെ മുകളിലുണ്ട്. നമ്മളിത് ശബരിമലയിലെ ശരിക്ക് സോപാനപ്പടിയും അതുപോലെ തന്നെ 18 പടികളും സങ്കല്പത്തിലൊക്കെയാണ് ഇത്. അതിന്റെ മുകളിൽ, മലയുടെ മുകളിൽ സ്വർണത്തിന്റെ കൊണ്ട് കെട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് വെള്ളി കൊണ്ട് ഒരു ചെറിയൊരു വിഗ്രഹം തീർത്ത് അവിടെ അയ്യപ്പൻ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള സങ്കല്പത്തിൽ ഒരു പീഠം വെച്ചിട്ടാണ് ഇതിനെ ആരാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹം കയ്യിലിരിക്കുമ്പോ അയ്യപ്പന്റേതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തുണ്ടാവുന്ന മോഷണ ശ്രമങ്ങള്, അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് പൊറുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അയ്യപ്പൻ എന്റെ ഉള്ളിൽ തത്വമസിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട്, ഇത് പുറത്തു കൊടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇതിനെതിരെ ഇന്ന് ശനിയാഴ്ച കാലത്ത് എണീക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമാണ് മനസ്സിൽ. ഇതിനെതിരെ ഒരു പ്രയോഗം ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു പ്രതികരണം നമ്മൾ നടത്തണം, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നമ്മൾ നടത്തണം എന്നുള്ളത് തീരുമാനിച്ചു. 2021-22 കാലഘട്ടത്തിൽ ഞാനൊരു ഈശ്വര ചൈതന്യത്തിന് വേണ്ടിയിട്ട് എതിരായിട്ടൊരു ആള് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ പാർട്ടി പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ എതിരെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ ഇന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണില്ലേ? നമുക്ക് കർമ്മം അറിയാം, ചെയ്തു കഴിഞ്ഞാൽ ഫലിക്കും ചെയ്യും. ഇപ്പൊ റോട്ടിൽ കൂടെ പോണ പിള്ളേര് വരെ കാർക്കിച്ച് തുപ്പുന്ന രീതിയിലാണ് ഇപ്പൊ ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ പാർട്ടി പ്രസ്ഥാനങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഇപ്രാവശ്യം പറയാനുള്ളത്, അയ്യപ്പന്റെ മുതല് അവിടുന്ന് സ്വർണ്ണായാലും ശരി, വെള്ളിയായാലും ശരി, കാശായാലും ശരി, എന്ത് സാധനമായാലും ശരി, അവിടുന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ ഒരു ഫൈനൽ ഡേറ്റ്, ഡെഡ് ലൈൻ ഡേറ്റ് ഞാൻ തരാം. വൃശ്ചിക മാസം 1-ാം തീയതി. വൃശ്ചിക മാസം 1-ാം തീയതി നട തുറക്കില്ലോ, നമ്മുടെ തലേദിവസം നട തുറക്കില്ലോ. അതിന് മുന്നായിട്ട് കൊണ്ടുപോയി വെച്ച് സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞോളാ. എടുത്തവനായാലും ശരി, എടുക്കാൻ കൂട്ടുനിന്നവനായാലും ശരി, ഇനി എടുത്തുകൊണ്ട് വിനിമയം ചെയ്തവനായാലും ശരി, നിലവിൽ കയ്യിൽ സൂക്ഷിക്കുന്നവനായാലും ശരി, ഇനി അതല്ല, ഇനിയിപ്പോ ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോ ചമ്മലുണ്ടാവുമല്ലോ. അപ്പൊ അതിനെതിരെ വല്ല കർമ്മങ്ങളും ഉണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരെ സമീപിക്കും. അങ്ങനെയുള്ള ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ അവർക്കായാലും ശരി, ഇതിനെതിരായിട്ട് നടത്തുന്ന കർമ്മങ്ങൾ നടത്തി കൊടുക്കുന്ന വല്ല കർമ്മികളുണ്ടെങ്കിൽ അവർക്കായാലും ശരി, അവർക്കൊക്കെ എതിരായിട്ടുള്ള മാരണമാലാമന്ത്രങ്ങൾ കൊണ്ടുള്ള
ഒരു പ്രയോഗം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ വൃശ്ചിക മാസം 1-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ പുണ്യമാസം ആയതുകൊണ്ടേ കർമ്മികളൊന്നും വലിയ കർമ്മങ്ങൾ ഏറ്റെടുക്കില്ല. കാരണം വെച്ചാൽ ഇതില് വല്ല ബുദ്ധിമുട്ട് വന്നാൽ നല്ലതായിട്ട് കിട്ടും പണി. അപ്പൊ അതുകൊണ്ട് ഈ ദക്ഷിണായനത്തിൽ ചെയ്യുന്ന ഇങ്ങനത്തെ നീചമായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ ഭയങ്കര ഫലമാണ്. അപ്പൊ പുണ്യമാസങ്ങളിലൊന്നും ഇങ്ങനത്തെ കർമ്മങ്ങൾ, കർക്കടകം തുടങ്ങിയിട്ടുള്ള പുണ്യമാസങ്ങളിൽ, വൃശ്ചികം തുടങ്ങിയിട്ടുള്ള പുണ്യമാസങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ആരും ചെയ്യില്ല. അപ്പോ ഈ യം 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 യക്ഷരൂപം ദശദിശി വിദിതം ഭൂമി കമ്പായമാനം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട്. അതായത് നമ്മുടെ കാലഭൈരവ സ്തുതി എന്ന് പറയണേ, ആ കാലഭൈരവ സ്തുതി ഉണ്ടല്ലോ, അതിന്റെ പവർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ആ സാധനം നിങ്ങൾക്ക് നേരെ പല വിധത്തിലുള്ള മാലാമന്ത്രങ്ങൾ ഉപയോഗിച്ച് മൂർത്തികളെ കൊണ്ട് പ്രയോഗം ചെയ്ത് സകല എണ്ണത്തിനെ ഒന്നുകിൽ തെറ്റുമാപ്പും പറയിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് വെപ്പിക്കും, അതല്ലെങ്കിൽ ഭീഷ്മരന്റെ ശരശയിൽ കെടുത്തിയില്ലേ, അതുപോലെ ഈ ധാർമ്മികമായിട്ടുള്ള കാര്യത്തിന് എതിരായിട്ട് ആരെങ്കിലും കൂട്ടു നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഭീഷ്മരന്റെ ശരശയിൽ കെടുത്തിയ പോലെ ഞാൻ കെടുത്തും. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിങ്ങാണ്. എനിക്ക് ഇനി ഇതില് എന്റെ നമ്പറൊക്കെ ഞാൻ വേണമെങ്കിൽ താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചോളൂ. പക്ഷെ മറുപടി കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. യോഗവും സമയവും ഒക്കെ യോജിച്ചു വരുമ്പോ എനിക്ക് മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ മറുപടി തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരാം. അല്ലെങ്കിൽ ഇത്ര കാശ് തരാം, ഇന്നത് ചെയ്തു തരുമോ, എനിക്ക് ഇത്ര പെട്ടെന്ന് ഇന്ന ജ്യോത്സ്യത്തിന്റെ പ്രവചനം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആരും നടത്തണ്ട. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ നിലവിലുള്ള കോണ്ടാക്റ്റുകൾ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ഒരു മെസ്സേജ് അയച്ചോളൂ. സൗകര്യപ്പെടുമ്പോ ഒരു മെസ്സേജ് മറുപടി തരാൻ പറ്റിയെങ്കിൽ ഞാൻ തരാം. അത്രയ്ക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരോടായിട്ട് പറയണ്, മകരമാസത്തില് ഉത്തരായനത്തിലേക്ക് സൂര്യൻ കടക്കില്ലേ, അപ്പൊ ആ സമയത്തിന് മുന്നായിട്ട് കട്ടിയും പടം മടക്കുക എന്ന് പറയില്ലേ, അതേ രീതിയിൽ നിങ്ങളെ കാര്യങ്ങൾ തീർപ്പാക്കി തരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് പൂജിക്കാൻ കൊടുത്തപ്പോ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞേറ്റെ. ശബരിമലയിലെ സ്വർണം പോയി വഴിയൊക്കെ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് പൂജിക്കാൻ കൊടുത്തപ്പോ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിത് പൂജിക്കാൻ കൊടുക്കുമ്പോ നെയ്യഭിഷേകവും അതുപോലെ തന്നെ അവിലും മലരും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിവേദിക്കാൻ കൊടുക്കുമ്പോ അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഇത് കൂടി പൂജിച്ച് ഇങ്ങോട്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുത്തത്. അത് കൊടുത്തപ്പോ തിരിച്ചു വന്നിട്ട് ഇത് ആ പാത്രത്തിന്റെ മുകളിൽ അതേപോലെ വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് സോപാനത്തിന്റെ പുറത്ത് മറ്റേ നെയ്യഭിഷേകത്തിന്റെ അന്നൊക്കെ ഇത്രയും ഇതില്ല, മറ്റേ കുറച്ച് അകലിയൊന്നുമല്ല വരി കിടക്കണം. അമ്പലത്തിനോട് തൊട്ടന്നെയാണ് ആ ഒരു നെയ്യഭിഷേകത്തിന് പോകുന്ന ആൾക്കാർക്ക് ഒന്ന് വന്നിക്കാനുള്ള ഒരു അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാരുടെ എന്താ പറയാ എണ്ണം കൂടുക, അതുപോലെ തന്നെ അവിടുത്തെ ഭരണ നിർവഹണം നടത്തുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ അനുസരിച്ചൊക്കെയാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇഷ്ടമുള്ളവരെ മാത്രം അങ്ങോട്ട് കയറ്റിയാൽ മതി, അല്ലാത്തവരൊക്കെ പിന്നെ ഏത് വഴിക്കേലും പോയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പൊ ഇത് കൊടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നപ്പോ പൊന്നമ്പലത്തിന്റെ സൈഡിൽ അവിടെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടേ ഇത് നിങ്ങളുടെ എന്താ ഉറപ്പ്, ഇതിന്റെ മുകളിൽ കൊണ്ടുപോയ സാധനം ഈ തിരിച്ചിങ്ങോട്ട് ഈ അവിലും മല്ലരും അഭിഷേകം ചെയ്യണ അതിന്റെ മുകളിൽ കൂടെ ഇങ്ങോട്ട് തിരിച്ച് നെയ്യ് അഭിഷേകം ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുത്ത് തിരിച്ചു തരുമ്പോ ഇത് നിങ്ങളുടെ എന്താ ഉറപ്പ്, അതുപോലെ തന്നെ ഇത് അവിടെ സമർപ്പിക്കാൻ കൊടുത്തതാണോ, ഈ തരത്തിലുള്ള ചോദ്യങ്ങളാ. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി ഇത് നമ്മള് 18 വർഷം കൂടുമ്പോ ചെല്ലണ എല്ലാ ഗുരുസന്മാരും ഓരോ വർഷത്തിലാണ് ഇത് ഓരോ കെട്ട് കിട്ടുക. അപ്പൊ അങ്ങനെയല്ലെങ്കിലും നമ്മൾ 18ാമത്തെ വർഷത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് അതിനെ സാധിക്കുള്ള സാഹചര്യം ഉണ്ടായുള്ളൂ. അപ്പൊ അത് അങ്ങനെ കെട്ടിയതാണെന്ന് പറഞ്ഞപ്പോ എന്നിട്ട് അത് അങ്ങനെ പറഞ്ഞ് കാല് പിടിച്ചിട്ട് വേണ്ടി വന്നു അവിടുത്തെ കാവൽക്കാരുടെ അല്ല എന്താ പറയാ കൊള്ളക്കാരുടെ കാല് പിടിച്ചിട്ട് വേണ്ടി വന്നു ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ട് എന്നുള്ളത് പറയുന്നു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥന ചെയ്യുക, എനിക്കുള്ള സപ്പോർട്ടുകൾ പ്രാർത്ഥനയിലൂടെ തരിക. അതുപോലെ തന്നെ നമ്മുടെ കർമ്മ പുരോഗതിക്കായിട്ടും നമ്മുടെ എതിരാളികളായിട്ടുള്ള പ്രബലരായിട്ടുള്ള എതിരാളികളാണല്ലോ നമുക്ക് നേരിടണ്ടേ. അപ്പൊ അതിനായിട്ടുള്ള ശക്തി തരാൻ വേണ്ടിയിട്ട് ഈശ്വരനോടും കേണപേക്ഷിക്കുക. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.